മുഖ്യമന്ത്രിയുമായിട്ട് ഇടതുപക്ഷ സർക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് എനിക്കുള്ളത്. ആ ബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണൂർ ബിഷപ്പായ കാലത്ത് മുതലുള്ള ബന്ധമാണ്. അത് വേറെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ ആ ബന്ധം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറി സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. നമുക്ക് പൊതുവായിട്ട് അറിയേണ്ടത്, ഒരു മെത്രാനെന്ന നിലയിൽ നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല. അതായത് ഇന്ന പാർട്ടീനെ നമ്മൾ തുണയ്ക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. കാരണം നമ്മുടെ ജനങ്ങൾ വിവിധ പാർട്ടികളിൽപ്പെട്ടവരാണ്. ഞാനൊരു പ്രസ്താവന ഇറക്കി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ജനങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറൊന്നുമില്ല. പക്ഷേ എല്ലാവരുമായിട്ട് എൻ്റെ ബിഷപ്പ് ഹൗസിൽ വരുന്ന എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരെയും അംഗീകരിക്കാനും അവരോട് സംസാരിക്കാനൊക്കെ ഞാനെപ്പോഴും റെഡിയാണ്. അത് മാനുഷികമായ പരിഗണനയാണ്. അത് പ്രത്യേകമായിട്ട് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻ്റ് അല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രിയാകുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയാകുന്നു, ആ വ്യക്തിയെ അംഗീകരിക്കാനുള്ള കടമ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ പൗരനും ബാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇന്ന ആളാകുമ്പോൾ ആളോട് സ്നേഹവും പരിഗണനയും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടാണ് കാണുന്നത്. പാർട്ടി ഏതായിക്കൊള്ളട്ടെ, അതാണ് നമ്മുടെയൊക്കെ സമീപന രീതി. നമ്മളുടെ ആളുകളൊക്കെ പ്രബുദ്ധരല്ലേ? പ്രബുദ്ധരായിട്ടുള്ള നമ്മുടെ ആളുകൾക്ക് തീരുമാനമെടുക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മളൊന്നും പറയണമെന്നൊന്നുമില്ല. പക്ഷേ ആവശ്യം നേരത്തെ അവർക്ക് ഡിറക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. മെത്രാന്മാരെന്ന നിലയിൽ, മെത്രാൻ സമിതി എന്ന നിലയിൽ നമ്മൾ ഡിറക്ഷൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രബുദ്ധരായ ജനങ്ങളെ അവരുടെ മനസാക്ഷി രൂപീകരണത്തിന് സഹായിക്കുക എന്നുള്ളത് നമ്മുടെ മെത്രാന്മാരുടെ കടമയാണ്. അത് നമ്മൾ ചെയ്യാറുണ്ട്.